Good morning, sir. Yes, good morning, Mubi. Good morning, sir. Yes, good morning, Megha. Good morning, sir. Yes, good morning, Nasira. Good morning, sir. Okay, Mubi, good morning. Good morning, sir. Okay, Nimi. Okay, Nadira, good morning. Good morning, sir. Okay, Shananya, good morning. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ നാട്ടിലെ വല്ല ഉത്സവങ്ങളൊക്കെ ആയോ? ഇവിടെയൊക്കെ ഉത്സവങ്ങളാണല്ലോ. Good morning, sir. എന്റെ നാട്ടിൽ കഴിഞ്ഞിട്ട് ഓക്കെ മുബി, ഇങ്ങനെയൊക്കെ നിങ്ങൾ പോകുന്നു. യെസ്, യെസ് നിമ്മി, എന്താ പറയാൻ പോയെ? ഓണായിപ്പോയതാ ഇതോ? ഓണായിപ്പോയതാ മൈക്ക്. Yes, no problem, no problem. Yes, no problem. Okay, നമുക്ക് ആരംഭിക്കാം അല്ലേ? യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് നമ്മളിപ്പോ ഓക്കെ മുമ്പിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും ഒടുവില് പറഞ്ഞ് നിർത്തിയത്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു സബ്ജക്റ്റ് വാസില്ലെങ്കിൽ വേറെ, വെർബ് പിന്നെ ing. സബ്ജക്റ്റ് വാസില്ലെങ്കിൽ വേറെ, പിന്നെ വെർബ് പിന്നെ ing. യെസ്, അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞത്. അപ്പൊ അതിന്റെ കൂട്ടത്തില് വേറെ എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ള ഒരു സംശയം നമ്മൾ വന്നു. ആയി കഴിഞ്ഞ് വാസിലെങ്കിലും വരൂ, വേറെ വരും എന്നാണ്. അപ്പൊ അൺറിയൽ കണ്ടീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത്രയുമല്ലേ മൂക്കി നമ്മൾ പറഞ്ഞു നിർത്തിയത്? യെസ്, അപ്പൊ അത്രയുമാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമുക്ക് ഇന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് ഒന്നുകൂടി നോക്കിയിട്ട് അടുത്തിട്ടുണ്ട്. ഈ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയിരുന്നു എന്നാണ്. നേരത്തെ തുടർന്നുകൊണ്ടിരുന്നു, ഇപ്പൊ ഇല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാല് മുബി റസീനയുടെ വീട്ടിൽ പോവുകയാണ്. മുബി റസീനയുടെ വീട്ടിൽ ചെല്ലുമ്പോ, ഇന്നലെ ചെല്ലുമ്പോ റസീന ഉറങ്ങുകയായിരുന്നു. ആ സംഭവം ഇന്ന് മുബി പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? റസീന പറയുന്നത് ശരിയാണ്, ഫുൾ ടൈം ഉറക്കമാണ് അല്ലെ? അപ്പൊ മുബി എന്ത് ചെയ്തു? ഇന്നലെ റസീനയുടെ വീട്ടിൽ പോയി. ചെല്ലുമ്പോൾ അവിടെ വേറൊരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? റസീനയുടെ ഉറക്കം. അപ്പൊ ഇന്ന് ആ കാര്യം മുബി പറയുമ്പോൾ എന്ത് പറയും? When I went there, she was sleeping. She was sleeping എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉറങ്ങിയതാണ് അല്ല, ഇന്നലെ ഞാൻ ചെല്ലുമ്പോൾ ഉറങ്ങിയായിരുന്നു. She was thinking, അവൾ ചിന്തിക്കുകയായിരുന്നു. You were reading, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? വായിക്കുകയായിരുന്നു. സബ്ജക്റ്റ് വാസില്ലെങ്കിൽ വേറെ, ing എന്ന് പറയുമ്പോൾ വാസിന്റെയും വേറിന്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നു എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും സംഭവങ്ങൾ ഒന്ന് ആലോചിക്കാം. അപ്പൊ അതൊന്ന് ഇംഗ്ലീഷ് പറയാം. യെസ്റ്റർഡേ ഐ വാസ് പ്രിപ്പയറിംഗ് ചിക്കൻ ബിരിയാണി. യെസ്, അപ്പൊ അവിടെ നോക്കുമ്പോ ഇന്നലെ നിങ്ങളുടെ അമ്മ ചെയ്ത കാര്യങ്ങൾ. യെസ്റ്റർഡേ മൈ മദർ വാസ് ക്ലീനിങ് ദ ഹൗസ്. ഇന്നലെ എന്റെ അമ്മ വീട് മുഴുവൻ വൃത്തിയാക്കി. ഇപ്പൊ ചെയ്യുന്നതല്ല, ഇന്നലെ മൈ മദർ വാസ് ക്ലീനിങ് ദ ഹൗസ്. യെസ്, അങ്ങനെ സബ്ജക്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബ്, പിന്നെ ing. ഓക്കെ, മൂവി ഐശ്വര്യമായിട്ട് മൂവി തുടങ്ങി വെക്കും. സബ്ജക്റ്റ് വേണം, വാസ് അല്ലെങ്കിൽ വേറെ വേണം, പിന്നെ വെർബ് ing. അത് വരുന്ന ഒരു വാചകം. ഇപ്പോ നടന്നത് പറയാൻ പറ്റില്ലെങ്കിൽ ഒരാൾക്ക് ശരിയാക്കിക്കോ. യെസ് മുബി പറഞ്ഞു നോക്കൂ. മുബി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. യെസ്, അപ്പോ എനിക്ക് തോന്നുന്നു മുബിയുടെ റെഡിയായിട്ട് കയ്യിൽ ഇരിപ്പുണ്ടാവും. മുബി Yes, sir. ഒന്ന് പറഞ്ഞു, ഒരു വാചകം പറഞ്ഞു. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് ing. ഓക്കെ. Yesterday, my son was sleeping.
യെസ് യെസ്റ്റർഡേ മൈ സൺ വാസ് സ്ലീപ്പിംഗ്. അത് നമുക്ക് ഒന്നുകൂടി ഭംഗിയാക്കാം. യെസ്റ്റർഡേ രാവിലെ അറ്റ് 10 o'clock മൈ സൺ വാസ് സ്ലീപ്പിംഗ്. ഇന്നലെ കാലത്ത് 10 മണിക്കോ അവർക്ക് ഉറങ്ങിയായിരുന്നു. ഓക്കെ, ഇതൊരു ഭംഗിയാക്കാന്ന് പറഞ്ഞത്. യെസ്റ്റർഡേ മൈ സൺ വാസ് സ്ലീപ്പിംഗ്. ഓരോടി പറഞ്ഞ മൂവി yesterday കുഴപ്പമില്ല, അത് പറഞ്ഞോ. I was preparing a dessert. യെസ് ഐ വാസ് പ്രിപ്പയറിംഗ് എ ഡെസേർട്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഓരോടി. I was dancing yesterday. ഐ വാസ് ഡാൻസിങ് യെസ്റ്റർഡേ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, മൂവി. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ മൂവി ഇപ്പൊ ആലോചന കഴിഞ്ഞില്ലേ? കിട്ടിയില്ലേ സ്വന്തമായിട്ടൊരു 3 യെസ്, മൂവി വരുമെന്ന് വിചാരിക്കാം. മേഘ മേഘ പറയൂ. സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ്, പിന്നെ ഈച്ച്. കേൾക്കാവോ? പറഞ്ഞോളൂ. ഐ വാസ് സ്റ്റഡിങ് യെസ്റ്റർഡേ. മേഘ എങ്ങനെയാണോ മൈക്ക് പിടിച്ചേക്കണോ ഒന്ന് മാറ്റി പിടിക്കും, കാരണം ഭയങ്കര നല്ല പകർച്ചയാണ്. ഞങ്ങൾക്ക് കേൾക്കാവോ? ഇപ്പൊ ക്ലിയർ ആണ്, പറഞ്ഞോ. ഐ വാസ് സ്റ്റഡിങ് യെസ്റ്റർഡേ. ഓക്കെ. Yesterday at 8 p.m. I was watching race. യെസ്. Yesterday I was cooking dinner. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്റ്റർഡേ എന്നുള്ളതിന് പകരം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് ആക്കാട്ടോ, ലാസ്റ്റ് മന്ത് ആക്കാട്ടോ, ലാസ്റ്റ് ഇയർ ആക്കാട്ടോ. യെസ്, പറഞ്ഞോളൂ മേഘ, കണ്ടിന്യൂ. Last week I was going my cousin's home. യെസ്, ലാസ്റ്റ് വീക്ക് ഐ വാസ് അറ്റൻഡിങ് എ മാരേജ് ഫംഗ്ഷൻ. അത് പറയാം. ലാസ്റ്റ് വീക്ക് ഐ വാസ് അറ്റൻഡിങ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ. ലാസ്റ്റ് മന്ത് ഐ വാസ്, അങ്ങനെ പറയാം. ഓക്കെ മേഘ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. Thank you, sir. ഓക്കെ, മൂവി പറയുന്നു ഐ വാസ് ഗോയിങ് അബ്രോഡ് ലാസ്റ്റ് ഇയർ. ഇനി നമുക്ക് കളയാം, ലാസ്റ്റ് ഇയർ മാത്രം മതി. ഓക്കെ, ജോഷി എം. യെസ്, വരുമെന്ന് വിചാരിക്കാം. ജെറിൻ മേരി. ഹായ് സർ. മുഫി വന്നോ? യെസ്, ഞാൻ 1-2 പ്രാവശ്യം വിളിക്കുന്നു. അപ്പൊ മുഫിനെ കാണാതെ വിചാരിച്ചത് പറ്റി. മുഫി ഫസ്റ്റ് ഞാൻ കൺഫ്യൂസ്ഡ് ആയി, മൂവി ആണോ മുഫി ആണോ എന്ന് വിളിക്കുന്നത് അറിയണ്ടേ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, മുഫീദ. യെസ്, മീ ടു. ഓക്കെ 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 ഓക്കെ. യെസ്, പറഞ്ഞോളൂ. Yesterday I was a sleepy day. എന്തോ? Yesterday I was a sleepy day. അപ്പൊ നമുക്ക് ചെറിയൊരു യെസ്റ്റർഡേ ഐ വാസ് സ്ലീപ്പിംഗ് കറക്റ്റ് ആണ്. യെസ്റ്റർഡേ പിന്നെ ഐ വർക്ക് ഇറ്റ് വാസ് സ്ലീപ്പിംഗ് കേട്ടോ, ഇറ്റ് ഉപയോഗിക്കേണ്ടി വരും. ഇന്നത്തെ ദിവസത്തെ നമ്മൾ പറയുന്നത് ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നാണെങ്കിൽ ഐ വാസ് സ്ലീപ്പിംഗ്. ഓക്കെ, കണ്ടിന്യൂ. Yesterday my mother was celebrating her birthday. സെലിബ്രേറ്റ് എന്നുള്ളതിലൂടെ ഐഞ്ചി വിളിച്ച് സെലിബ്രേറ്റിംഗ് കേട്ടോ, ഐഞ്ചി കൂടി വേണം. യെസ്റ്റർഡേ മൈ വാസ് സെലിബ്രേറ്റിംഗ് her birthday. Very good. That's a sentence. Last year I was a bad year. I was a bad year. Yes. അത് സംഗതി കറക്റ്റ് ആണ്, പക്ഷെ അതിനകത്ത് ഐഞ്ചി വന്നില്ല. അപ്പൊ 2025 ബാഡ് ഇയർ ആണ്, 2026 സൂപ്പർ ആവട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരു ഐഞ്ചി സെന്റൻസ് കറക്റ്റ് ആണ് കേട്ടോ. പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ സബ്ജക്ട് കഴിഞ്ഞ് ഓക്കെ മൂഫി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ജെറിൻ മേരി. യെസ്, ജെറിൻ മേരി വരുന്നത് വിചാരിക്കാം. അന്ന ഷെറിൻ, എന്ത് പറ്റി നമ്മുടെ ആളുകളെ വിളിച്ചിട്ട് വരാത്തത് മൂവി? യെസ്, നന്ദന. Sir. Yes.
Okay, okay, okay. How are you, Nandana? Fine, sir. Very good, very good, very good. Yes. How was your yesterday? ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു? Yesterday was a bad day. Yesterday was a bad. Why did you call yesterday was a bad day? What happened? Yesterday, my mother was scolding me. Yes. That is not a problem. Always mother will do it. Don't do it. അത് കറക്റ്റ് അല്ല. Yesterday, my mother was scolding me. ഇന്നലെ എന്നെ അമ്മ വഴക്ക് പറയുകയായിരുന്നു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ കോട്ടെ, അതൊക്കെ മാറിക്കോളും. ഡോണ്ട് വറി. നമുക്കൊരു ഡബിൾ സെന്റൻസ് ഒന്ന് പറഞ്ഞ് സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ചേഞ്ച്. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞപ്പോ നന്ദൻ എന്ത് ചെയ്തു? കരഞ്ഞു. അപ്പൊ പറയാം ഐ വാസ് ക്രൈയിങ്. കറക്റ്റ്. വേറെ ഒന്നും പറയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. ആ, Last week, I was attending a marriage reception. yes, last week I was attending a marriage reception. Correct, correct. Yesterday, I was cooking Ariunda. Yes. അപ്പൊ അരിയുണ്ട അത് ഐ വാസ് പ്രിപ്പയറിങ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അരിയുണ്ട ബേബിക്ക് വൃത്തിയൊക്കെ എടുക്കല്ലേ? എന്നാലും അരിയൊക്കെ റെഡിയാക്കണം അല്ലേ? യെസ്. അപ്പൊ അരിയുണ്ട ഉണ്ടാക്കിയാണ് ഇന്നലെ നന്ദന. വെരി ഗുഡ്, വെരി ഗുഡ്. Okay, sir. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 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 ഓക്കെ. യെസ്. അടുത്ത നമുക്ക് സിദ്ധാർത്ഥ് സുനിലോട്ട് വരാം. ഒരു മിനിറ്റ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് ഐഞ്ച്. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കണം. ആയിരുന്നില്ല, ഉറങ്ങുകയായിരുന്നില്ല, പഠിക്കുകയായിരുന്നില്ല. അപ്പോ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് ഒരു നോട്ടും കൂടി ചേർക്കണം. നോട്ട് കൂടി ചേർക്കുമ്പോൾ രണ്ടായിട്ട് മാറുന്നു, നെഗറ്റീവ് വാചകവുമായിട്ട് മാറും. യു വർ റീഡിങ്, നീ വായിക്കുകയായിരുന്നു. യു വർ നോട്ട് റീഡിങ്, നീ വായിക്കുകയായിരുന്നില്ല. ഐ വാസ് തിങ്കിങ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഐ വാസ് നോട്ട് തിങ്കിങ്, ഞാൻ ചിന്തിക്കുകയായിരുന്നില്ല. ഷീ വാസ് ഈറ്റിംഗ്, അവൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഷീ വാസ് നോട്ട് ഈറ്റിംഗ്, അവൾ ഭക്ഷണം കഴിക്കുകയായിരുന്നില്ല. അപ്പൊ ഇനി നിങ്ങൾ വാചകം പറയുമ്പോൾ നോട്ട് കൂടി ചേർത്ത് നെഗറ്റീവായ വാചകം പറയും. നോട്ട് കൂടി ചേർത്തിട്ട് നെഗറ്റീവായ വാചകം പറയാം. സിദ്ധാർത്ഥ് സുനിൽ. യെസ്, വരുമെന്ന് വിചാരിക്കാം. പാർവതി സുരേഷ്. നിമ്മി. Sir, Okay, how are you, Nimmi? I'm fine. Yes, very good, very good, very good. Which is your favorite color? Blue. Blue. Why did you like blue? I like very much. Why? Is there any reason? Sky. Sky is blue, that is why you like blue. Am I right? Yes, very good, very good, very good, very good. Then നിമ്മി എന്ന് പറയുന്ന പേര് നിമ്മിക്ക് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് യുവർ നെയിം? Yes. യെസ്, യു ലൈക്ക് യുവർ നെയിം. യെസ്. എന്തുകൊണ്ടാണ് ഈ ഒരു പേരിടാനായിട്ട് കാരണം എന്ന് അച്ഛനോട് അമ്മയോട് ചോദിച്ചിട്ടുണ്ട്? No. No. Yes. വെറുതെ ഇങ്ങനെ ചോദിക്കാനില്ലേ? ഓക്കെ, ഓക്കെ, ഓക്കെ. യെസ്. Let me ask you one more question. What is the weather like? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? Cold. It is very cold. Yes. Where are you from, Nimmi? I am from Kannur. You are from Kannur. Very good, very good. Do you like coffee? Yes. Yes. Very good, very good. Can you speak English? കുറച്ച് Eh? കുറച്ച് ഇംഗ്ലീഷ് പറ, തെറ്റിക്കോട്ടെ.
Yes. Some- Sometimes. Sometimes. Little better. Okay, movie. Yes, little. Yes. Okay. Yes. Yes. So let me ask you one more question. ധാരാളം ജോലികളുണ്ട്. Which is your dream job? നിമ്മയുടെ മനസ്സിലുള്ള ഒരു സ്വപ്ന ജോലിയില് ഇന്നതാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ ഏത് ജോലി കിട്ടിയാലും ചെയ്യും, സമ്മതിച്ചു. ഏത് ജോലി കിട്ടിയാലും പോകും. എന്നാലും ഒരു Government jobs. ഗവൺമെന്റ് ജോബ്, that is your dream job. Okay. So why did you like government job, not a private job? Is there any reason behind it? Government job is better in future. In future. In which respect or in what respect? ഏതൊരു അർത്ഥത്തിലാണ് അങ്ങനെ പറയാൻ കാരണം? എന്ത് പരിഗണിച്ചിട്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഫ്യൂച്ചറിൽ നമുക്ക് പിന്നെ പെൻഷൻ അങ്ങനെ ബെനിഫിറ്റ്സ് അങ്ങനെ ഒന്നും വേണ്ട അല്ലേ? പ്രൈവറ്റ് ആവശ്യങ്ങൾ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പണിയാണ്. കുറച്ച് ദിവസം ചെല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ടെർമിനേറ്റ് ചെയ്താൽ ബുദ്ധിമുട്ട്. ഇതാകുമ്പോ പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആണ്. യെസ്, അതെ, നല്ല ജോലി കിട്ടട്ടെ. ജോലി കിട്ടുമ്പോ തുടങ്ങും ടെൻഷൻ. അപ്പൊ നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ അങ്ങനെ തോന്നും. അകത്ത് കയറുമ്പോഴാണ് അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. Nimi, do you have any pets? Dog. Dog. What is his name? Mickey. Mickey. Yes, that is your favorite. Okay. Yes, very good, very good, very good. Which is its breed? ഇല്ല, ബ്രീഡ് ചെയ്തില്ല. Yes, കേട്ടില്ല. ഇല്ല. നാടനാണ്. അല്ല, കുമാരിയാണോ? Pomeranian. Yes. Okay, okay. Very good, very good, very good, very good. Okay. അപ്പൊ നിമ്മി നോട്ട് ചേർത്തിട്ട് 2-3 വാചകങ്ങൾ പറയും. നോട്ട് റീഡിങ്, അങ്ങനെ നോട്ട് പിടിച്ചാൽ നെഗറ്റീവ് ആണ്. Yesterday I was not cleaning my house. Yes, yesterday I was not cleaning my house. Okay, correct ആണ്. Yesterday my daughter not going to dance. Yes. അപ്പൊ ഒരു പേര് അവിടെ വിട്ടുപോയി. വാസ് അല്ലെങ്കിൽ പേരിൽ വാസ് വിട്ടുപോയി. ഡോട്ടർ എന്ന് പറയുമ്പോ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ വാസ്. Yesterday my daughter was not going to dance class. Yesterday my daughter not went housewarming. Yes. അവിടെയും ഒരു ing വിട്ടുപോയി. Yesterday my daughter was not going to housewarming. Okay. അതൊന്നും ഉണ്ടാക്കുക. അവൾ പുറത്തേക്ക് നോക്കുമ്പോ അയൽക്കാരൊക്കെ നൈബേഴ്സ് were not quarreling. അവർ തല്ലു പിടിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ നിമ്മി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ശരണ്യ രഞ്ജിത്ത്. യെസ്. റനീഷ. Yes, sir. How are you, Renisha? Good. How are you, sir? I am also very fine. Very good, very good. Let me ask you, Renisha, one question. Which is your favorite food? My favorite food is biryani. Biryani. Which type of biryani you like the most? I like dum biryani. You like dum biryani? Yeah. Oh, why did you? Is there any reason behind it? Because I felt that is very tasty and soft. Soft. Yeah. And rice without is masala? With sir? Without any masala, gravy? Yeah, dum mean it's with masala only, right? So I like that. Yes, with the masala you like that. Okay, Yeah. okay, okay, okay. Yes, okay, 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 okay. Very good, very good, very good. So, Renisha, you think about your school days and college days. Which was the happiest day? College life or school life? Both are different,
both now I'm missing those days, Yes, especially my school days, especially because you that time, yeah, Hmm. that time we don't want to think anything. We can just enjoy just studying, and I was yes, missing those days. yes, okay. അപ്പൊ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഗോൺ ആർ ദോസ് ഗുഡ് ഓൾഡ് ഡേയ്സ്. ആ നല്ല Yeah. ദിവസങ്ങൾ പോയി കഴിഞ്ഞു. ഗോൺ ആർ ദോസ് ഗുഡ് ഓൾഡ് ഡേയ്സ്. Good. അപ്പൊ Yeah. ഒരു ഉത്തരവാദിത്വമില്ല, ജസ്റ്റ് ഈറ്റ് ആൻഡ് സ്ലീപ്പ് ദെൻ സ്റ്റഡി, അല്ലേ? Yeah. Very good, very good, very good. After you told that your favorite food is dum biryani. So, Yeah. what is your hobby? Hobby. I mean, what are your hobbies? My hobbies mainly listening music. Listening I music was, and singing music. Am I right? What sir? I didn't get you. Listening music and singing music. Am I right? Mostly I like listening only and Same. lightly sing. വേറൊരു പാരൊക്കെ പുറകിൽ വരും, അതുകൊണ്ട് ബെറ്റർ ദിസ് സ്കൂട്ടി ആണെന്ന് മനസ്സിലായി, അല്ലേ രനീഷ? Yeah. പക്ഷെ അത് പിടിക്കപ്പെട്ടു. നമ്മളൊരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ നുണയാണെന്ന് തോന്നാത്ത രീതിയിൽ പറയണം. ഓക്കെ, അതേതായാലും രനീഷക്ക് രണ്ടുപേരും പറയാൻ അവസരം തരാം. ഓക്കെ, ഓക്കെ, യെസ്. അപ്പൊ രനീഷ ഒന്ന് ആലോചിച്ചോളൂ, വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് നോട്ട് കൂടി വരുന്ന രീതിയിലുള്ള നമ്മൾ വാചകം പറയും. I wasn't enjoy. I wasn't correct ആണ്. I wasn't enjoyed that movie. No. I was not enjoying that movie. അങ്ങനെ പറയും. I was not enjoying movie. That movie. Correct ആണ്. They were not playing football. They were not playing football. That is also correct. Correct ആണ്. She wasn't attending marriage function. Yes. She was not attending marriage function. Okay, Renisha, very good, very good. അപ്പോ Renisha, ഞാൻ അടുത്തൊരാളിലേക്ക് പോയിട്ട് വരാം. അപ്പോഴേക്കും ഒരു 4 വരി റെഡിയാക്കി വെച്ചു കേട്ടോ. യെസ്, സ്വാമിയോട് വന്നേക്കട്ടെ, ഒരു 4 വരി നോക്കി വെച്ചോളൂ. റസീന. Sir. How are you, Rasina? Yeah, fine, sir. Very good, very good. Do you know how to drive a car? No, sir. No, sir. You like driving? Yes, sir, I like. You like it? Yes, very good, very good, very good. അപ്പോ ലൈസൻസും കാറൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് ആയോ. Do you have any siblings? No, sir. No. 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 But you are the only daughter in your family. Yes. What, sir? How many members are there in your family? 5 members. 5 members. ആരൊക്കെയാണ്? My father, mother. My husband and 3 daughters. And മുഴുവനായിട്ടില്ല, 5 ആയില്ല. 1 is Rasina, 1 is your husband. 2 ആയിട്ടുള്ളൂ. ഇനി ഇത് 3 പേര്. 3 children, sir. 3 children. Yes. Okay, okay, okay. Very good, very good, Rasina. Yes. Rasina, സിനിമയ്ക്കൊക്കെ പോകാറുണ്ടോ? No, sir. സിനിമ പഴയത് എപ്പോഴെങ്കിലും കണ്ടത് ഓർമ്മയുണ്ടോ? Yes, sir. Yes. Which was your favorite film? റസീന ഇതുവരെ കണ്ടതിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട സിനിമയാണ്? I like it. I like it, the movie Hitler. Hitler. Oh, you like the film Hitler? Hitler സിനിമയുടെ കഥ ഒന്ന് പറയാമോ? Can you say the story of Hitler? തുടങ്ങി വെക്കാം. There is one brother and he has how many sisters? 5 sisters. 5 sisters. Okay. തുടങ്ങി വെച്ചത്. ഇപ്പൊ പോകട്ടെ.
That is an interesting movie. Interesting. Oh, very good. The brother saving his sisters. Very good. That movie continue. And the main funny characters are Innocent and Jagadish sir. Yes. ജഗദീഷിന്റെ അതിന്റെ അകത്ത് ഇട്ടേക്കുന്ന പേരെന്താന്ന് ഓർമ്മയില്ല. No, sir. ഹൃദയബാലു. Am I right? Yes. Yes. Okay, okay. Continue. റസീനയുടെ കുട്ടിയാണെന്ന് വിളിക്കുന്നത് അല്ലേ? ഒന്ന് അപ്പോഴേക്ക് ഞാൻ വരാം. യെസ്. ഓക്കെ. ചിലപ്പോൾ അവരൊന്ന് ആശ്വസിപ്പിച്ചിട്ട് വരും. ഓക്കെ. അലീഷ. Yes, sir. Good morning, sir. ഓക്കെ. ഹിറ്റ്ലർ സിനിമ അലീഷ കണ്ടതല്ലേ? Yes, sir. യെസ്. അപ്പൊ അതിന്റെ കഥ റസീന ഫിനിഷ് ചെയ്ത സ്ഥലത്ത് നിന്ന് അലീഷ ആരംഭിക്കണം. ഒന്ന് ആലോചിച്ചു. ഞാൻ റിനീഷയിലോട്ട് പോയി വരാം. റിനീഷ, ആർ യു റെഡി? റിനീഷ? യെസ്. അപ്പോ റിനീഷ, ആർ യു റെഡി? ഓക്കെ. For what, sir? Singing? ഫോർ വാട്ടർ. ഞാൻ പറഞ്ഞിട്ടല്ലോ പോയത്. ചിന്തിച്ച് വെച്ചോളാം. യെസ്. ഓക്കെ. കണ്ടിന്യൂ. ഓക്കെ. Sir, next time I will try. This Okay, time you I must- have some throat problem also there. We will consider it അല്ലേ? മൂവി നമ്മളത് പരിഗണിച്ച് കേട്ടാ പോലെ. There is another good singers are there in our class. പിന്നെ ആരാള്? നമ്മള് ഇതിനകത്തുള്ള 22 വേറെ സിംഗേഴ്സ് ആരാണ്? Anna or some other students are there, right? They sang well, very well last time. ഓഹോ. I heard. യെസ്. ഓക്കെ. ഹന്ന. ഹന്ന ഷെറിൻ വരുന്നില്ലല്ലോ. ചിരിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടാവും അല്ലേ? യെസ്. ഞാൻ വരൂല്ല സാറേ മറ്റോടെ ഇരിപ്പുണ്ടാവും. ഓക്കെ. യെസ്. അലീഷ. ഇരിക്കുന്നത് കറക്റ്റ് ആണ് ഇപ്പൊ അല്ലേ? അന്ന. യെസ്. അപ്പൊ അലീഷ പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോളൂ. Hitler is a famous Malayalam movie of Megastar Mammootty. Yes. It is a story based on 6 siblings, including Yes. 1 brother and 5 sisters. Yes. They loved each other. He's a protective and reserved brother. Correct ആണ് പറഞ്ഞോളൂ അലീഷ. He's keeping his sisters. Yes. He's keeping his sisters safe without sending them alone anywhere. ഓക്കെ. ആ മൈക്ക് ഒന്ന് മോഡൊന്ന് മാറ്റി പിടിച്ച് എന്റെ തെക്ക് വരുന്നുണ്ട്. Okay, sir. മോഡൊന്ന് മാറ്റി പിടിച്ച്. Is it clear, sir? ഇപ്പൊ കണ്ടിന്യൂ. Okay. But finally, the sisters. യെസ്. അലീഷ എന്ത് പറഞ്ഞാൽ കറക്റ്റ് ആണ്. കാരണം അറിയാമോ, അലീഷയ്ക്ക് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്നലെ പറഞ്ഞ വിഷയമല്ല, ഇപ്പൊ പറഞ്ഞ വിഷയമാണ്. പെട്ടെന്ന് തന്നെ റെഡി ആക്കിയില്ലേ? വെരി ഗുഡ് അലീഷ. യെസ്. ഇനി വാസ് കഴിഞ്ഞിട്ട് നോട്ട് വരുന്നതിന്റെ വാചകം കൂടി ഇത് പറഞ്ഞ. Okay, sir. Yesterday I was not feeling well. Yesterday I was not feeling well. Okay. അടുത്തത്. Yesterday it was not a rainy day. Yes. Okay. My son was not getting ready for a marriage function yesterday. Okay. That is all. അല്ലേ? Okay, Alicia. Very good.
അപ്പൊ ഹന്നാശ്വരൻ പാടാൻ റെഡിയാണ്. ഹന്നാശ്വരൻ പറയുന്നത് ഷീ ഈസ് ഓൺ ഡ്യൂട്ടി, അതുകൊണ്ടാണ് പറ്റാത്തതെന്നാണ്. അപ്പോ മുബി നമ്മൾ മറ്റ് ക്ലാസ്സിലൊക്കെ ചെയ്യാറുള്ള ഇംഗ്ലീഷ് ക്ലാസ്സിലെ ഹോസ്പിറ്റൽ സ്റ്റേഷനിൽ ചെയ്യാറുള്ളത് ഒരു പാടാൻ പറ്റുന്നവരുടെ ഒരു പാനൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവരുടെയും. എന്നിട്ട് ഒരു ദിവസം ഓരോരുത്തർക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് അവസരം കൊടുക്കും. ലാസ്റ്റ് ഒരു വരി പാടാൻ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ അവസരം കൊടുക്കും. അപ്പൊ ഞാനത് മുബിയെ ഏൽപ്പിക്കാം, മുബി ഫാസി ഏൽപ്പിക്കാം. മുബി എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തുള്ള പാട്ട് പാടാൻ കഴിവുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ആ ലിസ്റ്റിൽ നിന്നും ഓരോരുത്തർക്കും ഓരോ തിങ്കളാഴ്ച അവസരം കൊടുക്കാം. ഓക്കെ മുബി, അറിയോ? ഓക്കെ, ഓക്കെ. മുബി പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് അപ്പീൽ ഇല്ലട്ടെ, അത് നിങ്ങളോട് പറയണത്. ഇന്ന് ഹന്നയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഹന്നയുടെ ദിവസം, ഇന്ന് നന്ദനയുടെ ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് നന്ദനയുടെ ദിവസം. ഓക്കെ 4 പരിപാടിയിലും മതി. നിങ്ങളിത് പാടുമ്പോ കേൾക്കാൻ കുറച്ച് ആൾക്കാർ വേണ്ടേ? യെസ്, എന്നാലല്ലേ നിങ്ങൾക്ക് പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് നോക്കിയിട്ട് നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് കൊള്ളാട്ടോ എന്ന് പറയുന്നിടത്തല്ലേ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഒന്നും മിണ്ടാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. യെസ് നിങ്ങൾ വളരെ രസകരമായിട്ട് റെഡിയാക്കി ഭംഗിയായിട്ട് അണിഞ്ഞൊരുക്കി നിന്ന് കഴിയുമ്പോൾ വീട്ടിൽ പറ്റുന്ന ആള് ഇന്നെന്താണ് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നിടത്താണ് നിങ്ങൾക്ക് കുറച്ച് സന്തോഷം ഉണ്ടാവുന്നത്. യെസ്, പക്ഷെ ഞങ്ങൾ ആണുങ്ങൾ എന്ത് ചെയ്യും, 100 പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ വിട്ടുകളയും. യെസ്, ഓക്കെ. റസീന യെസ്, റസീന വരുമെന്ന് വിചാരിക്കാം. നജീബ്. യെസ്, അശ്വിനി മുരളി. ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. കറക്റ്റ് ആയി 12:05 അങ്ങോട്ട് നോക്കിയതാണ്. അശ്വിനി, ഹൗ ആർ യു? I am fine. So, What about let you? me ask you, I am also very fine, Ashwini. Okay. And there is so many seasons, winter, summer, so many seasons. Which is your favorite season? Clear ആയില്ല സർ? അശ്വിനിക്ക് ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ്? ക്ലിയർ ആവുന്നില്ല. Once more please. എല്ലാവരും നിങ്ങൾക്ക് വായിക്കുന്നവർക്ക് പ്രോബ്ലം ഉണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? ക്ലാരിറ്റി കുറവുണ്ടോ? ഉണ്ടോ? ഓക്കെ ആണല്ലേ? അശ്വിനി ഒന്ന് റേഞ്ചിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഈ ചോദ്യം ഒന്ന് മാറ്റുകയാണ്. ജനുവരി ടു ഡിസംബർ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മന്ത്? ഒക്ടോബർ. കന്നിമാസമാണ്. വൈ ഡിഡ് യു ലൈക്ക് ഒക്ടോബർ? October is very because my birthday. യെസ്, ഒക്ടോബറിലാണ് അശ്വിനിയുടെ ബർത്ത്ഡേ, അതുകൊണ്ടാണ് അശ്വിനി ഒക്ടോബർ ഇഷ്ടപ്പെടാൻ കാരണം. യെസ്, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ബർത്ത്ഡേ എന്നുള്ള ഒക്ടോബർ അങ്ങോട്ട് മാറ്റി. അപ്പൊ ഇഷ്ടപ്പെട്ടു. രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാസം ഏതാണ്? ആ മാസം പ്രത്യേകത വെച്ചിട്ട് പറഞ്ഞാൽ മതി. ജനുവരി ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും, ചൂടായിരിക്കും. ഫെബ്രുവരിൻ്റെതായിരിക്കും, ചൂട് ഒത്തിരി കൂടും. ഡിസംബറിൽ തണുപ്പായിരിക്കും, ജൂണിൽ മഴയായിരിക്കും, ജൂലൈ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മന്ത്? December. Why did you like December? Because it was an end of an year. It is an end of a year. അത് മാത്രമേ ഉള്ളൂ? No. After that, it was a starting of a new year. Very good. ഈ ഡിസംബർ മാസത്തിൽ അച്ഛൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവമോ? മൂവിക്ക് വിന്റർ ആണ് ഇഷ്ടം. വെരി ഗുഡ്. ഈ ഡിസംബർ മാസത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട്? No, December is like winter. Very Yes. cold. Very good. Okay. That's all. റസീന പറയുന്നത് ക്രിസ്മസ് ആണ്, ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന ടൈമാണ്. യെസ്, പൈസ കുറച്ച് കഴിക്കുന്ന ടൈമാണ്. യെസ്, Christmas celebrations. lot of celebrations are there. Yes.
Okay, that's all. Very good, very good. അപ്പൊ ശരി, let me ask you the question. Was, were, പിന്നെ നോട്ട് വെച്ചത് ഒന്നിട്ട് വാചകം പറഞ്ഞേ. എങ്ങനെ? സബ്ജക്ട് കഴിഞ്ഞ് വാസ് അല്ലെങ്കിൽ വേറെ, നോട്ട്, വെർബ്, ing. പാസ്റ്റ് കണ്ടിന്യൂസിന് ഒന്നിട്ട് എക്സാമ്പിൾ പറഞ്ഞേ. നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ്. Yesterday I wasn't sleep properly. Yes. Yesterday I was not sleeping properly. Okay. Wasn't അല്ല, was not. Was into പറഞ്ഞാലും was into was not പറഞ്ഞാലും സെയിം ആണ്. Okay. Yes. Spoken Englishല് was into എന്ന് പറയുള്ളൂ. Yes. എഴുതുമ്പോൾ മാത്രം was not എഴുതും. Okay. പറഞ്ഞോ. Last day they were not studied well. Studying ആയിരിക്കും. Last day they were not studying. ing കൂടി വേണം. They were not studying well. Correct ആണ്. പിന്നെ It was not working properly. it was not working. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു, ഓണാക്കി. It was not working properly. Very good, very good. That's all. Very good, very good. Okay, Ashwini. Very good, very good. Thank you, sir. Okay. Olikara. Yes. Risu 1, 2, 3. Yes. Okay. Very good, very good. എന്ത് പറ്റി? ശുഷ്കമാണല്ലേ മുബി? Yes, sir. How are you, മുബി? Fine. How are Very you, good, sir? very good. I am also very fine. എന്ത് പറ്റി? നമ്മുടെ ജനസംഖ്യയിലേക്ക് വിളിച്ചിട്ട് വരുന്നില്ല, മുമ്പ് അങ്ങനെ ഇരുന്നില്ല. ഒന്ന് Yes, sir. വിളിക്കേണ്ട താമസം ഓടി വന്നിരുന്ന ആൾക്കാരായിരുന്നു. Only 13 students. Only 30 students. നമ്പറും വളരെ കുറഞ്ഞു പോകുന്നു. Yes. യെസ്. മുമ്പ് എന്ന് പറഞ്ഞാല് ഇസ്വാൻ, പാർവതി, ഐഷ, ഹാജന, ഹന്ന, സോന, മുഫീദ, ശിവപ്രിയ, സൽമ, നിന്നു, ആതിര, അശ്വിനി, Krishnendu. കൃഷ്ണേന്ദു, സോന, മെറിൻ, ഇവരാരെയും കാണാനില്ല Avisha. അല്ലേ? Yes. യെസ്. ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്തെങ്കിലും തിരക്കോട്ടായിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ? Yes, sir. ഓക്കെ. അപ്പൊ ഞാനിപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സബ്ജക്ട് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ing എന്ന് പറഞ്ഞു. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ മൂഫി കറക്റ്റ് ആണ്. ഓക്കെ. യെസ്. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇത് തന്നെ ഒരു ചോദ്യം ആയിട്ട് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ഈ വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം പറയാം, നോട്ട് കളയുക, വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം പറയാം. വേർ യു തിങ്കിങ്? വേർ യു കുക്കിംഗ് ബിരിയാണി? യെസ്. വേർ യു? വാസ് ഷീ റീഡിങ് ബുക്ക്? യെസ്. അപ്പൊ വാസോ വേറോ ആദ്യം വന്നു കഴിഞ്ഞാല് അതെന്തായിട്ട് മാറുന്നു? ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതൊരു ചോദ്യമായിട്ട് മാറുന്നു. അപ്പൊ മുബി എന്ന് പറഞ്ഞു 1-2 വാചകം പറഞ്ഞേ. വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം വരുന്ന 1-2 വാചകം പറഞ്ഞു. മുബി, ഫാസി പറഞ്ഞോ. അത് കഴിഞ്ഞാലും മുബിയോട് വരാം കേട്ടോ, ഓർത്തു വെച്ചു. Where are you going? വേർ യു ഗോയിങ് അത് നമുക്ക് സ്ഥലത്തിന്റെ കൂടി പേര് കൊടുത്തു. വേർ യു ഗോയിങ് ടു മദ്രാസ്. അപ്പൊ കുറച്ചും കൂടി ഭംഗിയായി. ഓക്കെ. Okay. Were you preparing lunch? വേർ യു പ്രിപ്പയറിംഗ് ലഞ്ച് കറക്റ്റ് ആണ്. ഒക്കെ വേറെ വാസ് വെച്ചിട്ട് വരും. വാസ് ഷീ, വാസ് ഹി, വാസ് മൈ മദർ. Were you not interested in driving? Were you not interested in driving? അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയില്ല, കാരണം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു. കറക്റ്റ് ആണ്. Then that's all, sir. That's all. Okay. മുഫീദ പറഞ്ഞോളൂ. Were they doing? Where they going? കറക്റ്റ് ആണ്. Was she saying? Was she saying? ഒരു വാക്കുകളും കൂടെ ചേർക്കാം. Was she saying truth? അവൻ സത്യം പറയുകയായിരുന്നു. കണ്ടോ?
ഭംഗിക്ക് മേടിച്ചത്. അടുത്തത്. That's it, sir. ദാറ്റ്സ് ഓൾ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. യെസ്, ഓക്കെ. ഇന്ന് നമുക്ക് ജനസംഖ്യ വളരെ ചുരുങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം നമ്മൾ 3 ഡ്രീംസ് ഒക്കെ പറഞ്ഞായിരുന്നു. യെസ്, യെസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഒരു അതെ മിക്ക സ്ഥലത്ത് ഉത്സവമൊക്കെ എന്ന് തോന്നുന്നു മൂവി. അപ്പൊ ഇപ്പൊ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, പോട്ടെ. യെസ്, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഇന്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിയെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ചു. എ പിക്ചർ ഈസ് വർത്ത് എ ഡാഷ് എന്ന് പറയുന്ന ചോദ്യം ചോദിച്ചു. ഞാൻ ഈ പ്രാവശ്യം ഒരു ചോദ്യം വേറെ 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ഉത്തരം ടൈപ്പ് ചെയ്താൽ മതി. ആദ്യത്തെ 3 പേരെ പരിഗണിക്കാം. മുബി ആദ്യത്തെ 3 പേരെ ആരൊക്കെയാണെന്ന് ഞാൻ നോക്കും. കൂട്ടത്തില് മുബിയും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ മുബി രണ്ടുപേരും നോക്കിക്കോ. എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. ഇവിടെ എന്താ പൂരിപ്പിക്കാതെ? യെസ്, റിനീഷ, വെരി ഗുഡ്. റിനീഷ, മുബി, ഹസീന, ഹന്ന. റിനീഷ, മുബി, ഹന്ന. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. സിൽവർ ലൈനിങ് എന്നാണ്. യെസ്, മേഘം എന്ന് പറയുമ്പോൾ അത് നമ്മള് കറുത്ത മേഘം എന്ന് പറയുമ്പോൾ ഇരുട്ടാണ്, പ്രതീക്ഷയില്ല. അപ്പൊ അവിടെ ഒരു സിൽവർ ലൈനിങ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ മഴയുള്ള സമയത്ത് ആകാശത്തേക്ക് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ പറയുന്നത് ഏറ്റവും വിഷമിച്ച് നിൽക്കുകയാണെങ്കിലും പ്രതീക്ഷയ്ക്ക് വൈകിട്ടെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണിത്. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഓക്കെ, അടുത്ത വാചകം ഇതാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ ഡാഷ്. ഇറ്റ് ഈസ് ബെറ്റർ to be safe than dash. അതും ഒരു സെയിംസ് ആണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ്, SAFE, safe, than dash. ഫാസ്റ്റ് അല്ല മൂവി. It is better to be safe, 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 good അല്ല മൂവി, than dash. ഇനി ഞാൻ ഉത്തരത്തിന്റെ ഫസ്റ്റ് വേർഡ് വെറുതെ പറയാം, ആരും പറയാത്തോണ്ടാണ്. എസ് ആണ്. സേവിങ്സ്, എസ് ഇല്ലേ, എസ്. അതിൽ നിന്നെങ്കിലും ആർക്കെങ്കിലും പിടിച്ചു കയറാൻ പറ്റുമെങ്കിൽ കയറിക്കോളൂ. എസ്സിലാണ്. സേഫ് അല്ല. സേഫ് ഞാൻ പറഞ്ഞ വാക്കിലുണ്ട്. സേഫ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ഞാൻ പറഞ്ഞ വാക്കിലുണ്ട്. സേഫ് അല്ല. യെസ്, സേവ് അല്ല മുബി, സേവിങ്സ്. സേസ് അല്ല മുബി. നിങ്ങൾ അർത്ഥം നോക്കിയിട്ട് പിടിച്ചാൽ മതി. Yes, it is better to be sales അല്ല. മൂവി അരിയത്തൂടെ ഒക്കെ പോകുന്നുണ്ട്, അടുത്തുന്നില്ല. എന്നാ ഞാൻ പറയട്ടെ? അപ്പൊ ആരും വരാത്തോണ്ട് പറയാൻ മേടിച്ചത്. അതിന്റെ യെസ്, അശ്വിനി, വെരി ഗുഡ്. അശ്വിനി, യു ആർ റൈറ്റ്. അശ്വിനി, മൂവി, Mufi. Ashwini, Mubi, and Mufi.
യെസ് യെസ് റിസു സോറിയാണ്, സോറി. ഓക്കെ, നിങ്ങളോട് ഒരാൾ സോറി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം. കാരണം എന്താണ്? ക്ഷമ പറഞ്ഞില്ലേ. പക്ഷെ നിങ്ങളുടെ ബന്ധുവിൽപ്പെട്ട ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ നിങ്ങളുടെ തോളിൽ തട്ടിയിട്ട് സോറി പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമാണ്? അത് ഇഷ്ടമാണ് അല്ലേ? യെസ്, ഇതാണ് ഈ സാധനം. നമ്മൾ ഒരു സ്ഥലത്ത് വളരെ വേഗത്തിലെത്തുന്നതിനേക്കാൾ നല്ലത് സേഫ് ആയിട്ട് എത്തുക എന്നുള്ളത്. യെസ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ആയിട്ട് എത്തുക ദാൻ സോറി പറയിപ്പിക്കരുത്. ആരെ കൊണ്ട്? ഡോക്ടറെ കൊണ്ട്. ഡേഞ്ചർ, അതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാൻ പറ്റും, സിമ്പിൾ ആണ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡാഷ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡാഷ്. ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവുമല്ലോ. കൺട്രി അല്ലേ നെസസിറ്റി, മദർ ഓഫ് മുഫി. പീസ് അല്ല, വേറൊരു വാക്കുണ്ട്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡാഷ്. അശ്വരി കയ്യിലൊന്നുമില്ല. ഹാപ്പി അല്ല മൂവി, വേറൊരു വാക്കുണ്ട്. നെസസിറ്റി അത്യാവശ്യം. യെസ്, ഈസ് ദ മദർ ഓഫ് ഡാഷ്. ഒരു പഴഞ്ചൊല്ലാണ് അത്. Necessity is the mother of dash. ഇനി ഇതുവരെ ആരും ഉത്തരം പറയാത്തത് കൊണ്ട് ഉത്തരത്തിന്റെ വേർഡ് റെനീഷ ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. റെനീഷ ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. റിനീഷ, ഹന്ന, മുഫി. റിനീഷ, ഹന്ന, മുഫി. യെസ്, ഇൻവെൻഷൻ ആണ്. ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുപിടുത്തം. അത്യാവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ. മുബിയാണ്. യെസ്, ഓക്കെ, മുബിനെ പരിഗണിച്ചിട്ടുണ്ട്. അത്യാവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ അമ്മ. ഓക്കെ, മുബി പരിഗണിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ചെയ്യൂല, അത്യാവശ്യം വരട്ടെ, അപ്പൊ നമ്മൾ മെനക്കിടും. യെസ്, അപ്പൊ അത്യാവശ്യമാണ് ഓരോ കണ്ടുപിടുത്തങ്ങളുടെയും അമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, അതും ഒരു പക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. പ്രാക്ടീസ് മേക്സ് മാൻ ഡാഷ്. മുഫി കറക്റ്റ് ആൻസർ. മുഫി, അശ്വിനി, റിനീഷ. മുഫി, അശ്വിനി ആൻഡ് റിനീഷ. യെസ്, ദ ആൻസർ ഈസ് പെർഫെക്റ്റ് ആണ്. പ്രാക്ടീസ് കൂടുന്തോറും എന്താവും? പെർഫെക്റ്റ് ആണ്. പ്രാക്ടീസ് മേക്സ് ദ മാൻ പെർഫെക്റ്റ്. കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു സേയിങ്സ് ആണ്, കേട്ട് കാണും, പറയാം, പൂരിപ്പിക്കാം. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ്, CHICKENS, ബിഫോർ ഡാഷ്. Don't count your chickens before dash. സംഭവം അതൊക്കെ തന്നെയാണ്, പക്ഷെ വേറെ അതല്ല മുബി. നോക്കട്ടെ. യെസ്, റെനീഷ കറക്റ്റ്. മുബിനെ പരിഗണിച്ചിട്ടുണ്ട്. റെനീഷ, മുബി, മുഫി. യെസ്, കറക്റ്റാണ്. ഹാച്ചാണ്, ബർത്ത്ഡേയാണ്. പക്ഷെ കോഴിമുട്ടയൊക്കെ ആകുമ്പോ ഹാച്ച്, വിരിയുക എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ഡാഷ്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലില്ലേ? അതായത് അയാൾ മുട്ടയും കൊണ്ട് പോകുമ്പോൾ അയാൾ ചിന്തിക്കുന്നു, ഈ മുട്ടയെല്ലാം അടവെച്ച് വിരിഞ്ഞ് അത് കുഞ്ഞുങ്ങളാകുന്നു, അതെല്ലാം പിടക്കോഴികളാകുന്നു, അത് വീണ്ടും മുട്ടയിടുന്നു, അതിന്റെ കുഞ്ഞുങ്ങൾ വരുന്നു, ആദ്യത്തെ കുഞ്ഞുങ്ങൾ മുട്ടയിടുന്നു, അങ്ങനെ സ്വപ്നം കാണൂലേ? അപ്പൊ വിരിയുന്നതിന് മുമ്പ് സ്വപ്നം കാണരുത്, വിരിഞ്ഞിട്ട് സ്വപ്നം കണ്ടാവാം. യെസ്, അടുത്ത ഒരു പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്.
ഒരു മാനസിക പ്രശ്നമാണ്. ആബ്സെൻസ് മേക്സ് the heart, HEART, heart grow dash. Absence makes the heart grow dash. അപ്പല്ല മുമ്പ് വേറെ വാക്കുണ്ട്. ആബ്സെൻസ് makes the heart grow dash. ബെറ്റർ അല്ല, മുമ്പ് വേറൊരു വാക്കുണ്ട് കറക്റ്റ്. ഒരു മാനസിക പ്രശ്നമുണ്ട്, അത് അങ്ങനെ തിരിച്ചാൽ മതി. അണ്ടർസ്റ്റാൻഡ് ഗ്രോ എല്ലാവരും ആ അടുത്ത കൂടിയൊക്കെ പോകുന്നുണ്ട്. എന്ത് അണ്ടർസ്റ്റാൻഡ് നോക്കിയാൽ മതി. Yes. Absence makes MAKES the heart grow GROW, heart grow dash. ഒന്നുകൂടി രമ്യ കറക്റ്റ് പറ്റേ ആ ഒരു അർത്ഥം കിട്ടിയാൽ മതി എനിക്ക്. നിമ്മി ആ വഴിക്കൊക്കെ പോകുന്നുണ്ട്. മെയിൻ വഴി. യെസ്, ഹന്ന, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഹന്ന, മുബി, മുഫി. ഹന്ന, മുബി ആൻഡ് മുഫി. ഹന്ന, എവിടുന്ന് കിട്ടിയ ആൻസർ? ഇത്രയും നേരം കിട്ടാത്ത ആൻസർ പെട്ടെന്ന് എവിടുന്ന് കിട്ടി? യെസ്, കൂടെ ഇരുന്ന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനിത് പറയാൻ കാരണം ചില ആളുകളെ നമ്മൾ കാണാതെ ആവുമ്പോഴാണ് നമുക്ക് വളരെ മിസ്സിങ് ഫീൽ ചെയ്യും. അപ്പോഴാണ് നമ്മൾ യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് വളരെ മിസ്സിങ് ഫീൽ ചെയ്യും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ അവരെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം അവര് ഇന്റിമേറ്റ് ആയിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. അത് കാണാതെ ആവുമ്പോഴാണ് അറിയുന്നത്. യെസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഭർത്താവ് എല്ലാ ദിവസവും വീട്ടിൽ വരും. ഒരു ദിവസം എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് ഇന്ന് ഞാൻ വരില്ലട്ടോ എന്ന് പറയുന്ന ദിവസം അന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. യെസ്, വി വിൽ ഫീൽ സാഡ്. അതാണ് ആബ്സെൻസ് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്. അതാണ് നിറം സിനിമയില് ഇതേ സംഭവമാണ്. നിറം സിനിമയില് കമൽ എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഥ. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആബ്സെൻസ് മേക്സ് ഹാർട്ട് ഗ്രോ ഫോണ്ടർ എന്ന് പറയാം, അഫക്ഷനേറ്റ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് കിട്ടിയ പോയിന്റുകൾ വായിക്കാം. യെസ്, അശ്വിനിക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഹന്നയ്ക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, റിനീഷയ്ക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, 4 പോയിന്റ് കിട്ടുക മാത്രമല്ല, സോറി, ഞാൻ പറയാം. ഹന്നയ്ക്ക് 3 പോയിന്റ് കിട്ടുക മാത്രമല്ല 3ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 3rd പ്ലേസ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, റനീഷയ്ക്ക് 4 പോയിന്റും കിട്ടിയിട്ടുണ്ട്. 2ാം സ്ഥാനവും ഓക്കെ ആയിട്ടുണ്ട്. 2ാം സ്ഥാനവും ഓക്കെ ആയിട്ടുണ്ട്. മുബിക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മുഫീദയ്ക്കും 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മുബിയും മുഫീദയും 1ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാർക്ക് കുറച്ച് കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. ചിലപ്പോൾ ഒരു പക്ഷേ ടൈപ്പ് ചെയ്യാനുള്ള വേഗത കുറവോടൊപ്പം എത്താതെ പോയതായിരിക്കാം. സോ നമുക്കിന്ന് ജനസംഖ്യ വളരെ ശുഷ്കമായി പോയി. അപ്പോ ഇനി നമുക്ക് ജനസംഖ്യയൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ. ഓക്കെ, സി. Thank you, sir. ഓക്കെ 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 Thank you, sir. Yes, sir. ഓക്കെ 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 ഓക്കെ.